ഹേ പീപ്സ്, നമ്മൾ കുറെ ആയല്ലേ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. ഇത് നമ്മുടെ അഞ്ജലിയുടെ കല്യാണം കൂടെ പാലക്കാട് പോയൊരു വലിയ ബ്ലോഗാണ് കേട്ടോ. കുറേ കാര്യങ്ങൾ സംഭവിച്ചു. അങ്ങനെ നമ്മളൊരു വെളുപ്പിന് 3:30 ആയപ്പോഴത്തേക്ക് പാലക്കാട് ഒറ്റപ്പാലം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഒറ്റ ഉറക്കമായിരുന്നു. പിന്നെ നമ്മൾ എഴുന്നേറ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കുറച്ച് കഴിഞ്ഞിട്ട് ലഞ്ചും കൂടെ കഴിച്ചിട്ടു. ആൻഡ് ദിസ് ഇസ് അവർ കല്യാണ പെണ്ണ് അഞ്ജലി. അങ്ങനെ അവള് നമുക്ക് ഫുഡൊക്കെ തന്നു. കാരണം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട് നേരെ പോണം ഗുരുവായൂർക്ക്. ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെയാണ് കല്യാണം. ആൻഡ് ദിസ് ഇസ് അവർ കല്യാണ പെണ്ണ് ഓൾ സെറ്റ്. ഞാനൊരു കല്യാണം കഴിച്ചിട്ട് വരാം. അവിടുന്ന് ഏകദേശം ഒരു 2 hours യാത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഗുരുവായൂരെത്താൻ. ഞാൻ ഗുരുവായൂർ ആക്ച്വലി കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് എത്തുന്നത്. എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചേരം റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെറിയ സ്നാക്സും ചായയൊക്കെ കുടിക്കാൻ പോയി. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത്. കല്യാണത്തിനിടാനുള്ള മാലയും കമ്മലും വളയൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടാണ് വന്നത്. ആൻഡ് ദിസ് ഇസ് നെസ്കഫയുടെ ഷോപ്പ് കേട്ടോ. പോയ ദിവസം നമുക്ക് കയറാൻ പറ്റിയില്ല, പക്ഷെ ഞാൻ എന്റെ ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടവരുണ്ടെ കമന്റ് ചെയ്യണേ. പിന്നെ അവിടെ കൂടെ ചുറ്റി നടന്നപ്പോഴാണ് അരങ്ങേറ്റമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അഞ്ജനയും കൂടെ അരങ്ങേറ്റമൊക്കെ കാണാനായിട്ട് കുറച്ചേരം അവിടെയൊക്കെ ഇരുന്ന് കണ്ടു കേട്ടോ. ആൻഡ് ഓൺ ദ വേയിൽ ഞാനൊരു കമ്മലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു സർബത്തും കൂടെ കുടിച്ചു കേട്ടോ. കാരണം ഭയങ്കര ചൂടായിരുന്നേ. സർബത്ത് കുടിച്ചപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായി. പിന്നെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു. കാരണം നമുക്ക് ഇനി ഡിന്നർ കഴിച്ചിട്ട് വേണം നമ്മൾ സ്റ്റേ ചെയ്യുന്ന വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആൻഡ് ദിസ് ഇസ് കല്യാണ ചെക്കനും കല്യാണ പെണ്ണും അഞ്ജലിയും ശ്രീരാഘുവാണ് കേട്ടോ. പിന്നീട് എനിക്ക് ഇവരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്റ്റേ ചെയ്യുന്ന വീട്ടിലേക്കാണ് കേട്ടോ പോയത്. ഞാൻ ആ വീടിന്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു ഷോർട്സ് ആയിട്ട് ഞാൻ ലിങ്ക് ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഗുരുവായൂരൊക്കെ പോകുമ്പോൾ സ്റ്റേ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോയും കോൺടാക്ട് നമ്പറും എല്ലാം ആ ഷോർട്സിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചുനേരം നമ്മൾ ചില്ലി പരിപാടി നാളത്തേക്കുള്ള പ്രിപ്പറേഷൻ ഒക്കെ ആയിരുന്നു. ഇൻ ബിറ്റ്വീൻ ഞാനും അച്ഛനെയും കൂടെ റീലൊക്കെ പഠിച്ചു കേട്ടോ. പക്ഷെ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് ഒട്ടും ടൈം കിട്ടിയില്ല. ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ഭയങ്കര ഫ്ലോപ്പ് ആയി പോയി. കാരണം രാവിലെ നമ്മൾ നല്ല ഓട്ടമായിരുന്നു, ഉറങ്ങിപ്പോയി. അതാണ് മെയിൻ റീസൺ. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലെ അടുത്തൊരാളുടെ കല്യാണ ദിവസമായി അഞ്ജലിയുടെ കല്യാണ ദിവസം. അവളെ ഈ സെറ്റ് സാരി ലുക്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അഞ്ജലിയെ പറ്റി പറയാനാണെങ്കിൽ ഡാൻസിനെ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഡാൻസ് പ്രാക്ടീസ് എപ്പോ വെച്ചാലും ആള് റെഡിയാണ്. ഏത് പാതിരാത്രി വേണേലും ഉറക്കം കളഞ്ഞിട്ടും അവളെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തിരിക്കും. പിന്നെ നമ്മൾ ഏത് കാര്യത്തിന് വിളിച്ചാലും അവൾ എപ്പോഴും റെഡി ആയിരിക്കും. ഒരിക്കലും നോ പറയാറില്ല കേട്ടോ. അതുപോലെ തന്നെ നല്ല ക്ഷമയാണ് കേട്ടോ. അതെനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അവർക്ക് ഇത്ര ക്ഷമ എവിടുന്ന കിട്ടുന്നത്. അങ്ങനെ കല്യാണമൊക്കെ അടിപൊളിയായിട്ട് നടന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുറച്ച് കടകളിലൊക്കെ പോയി നടന്നു കേട്ടോ. പിന്നെ അങ്ങനെ നടന്ന കൂട്ടത്തിൽ നെസ്കഫയിൽ നിന്ന് നമ്മൾ ആ കോൾഡ് കോഫി നമുക്ക് തലേന്ന് കുടിക്കാൻ പറ്റിയില്ലല്ലോ, അതും വാങ്ങി കുടിച്ചിട്ട് എന്താ തോന്നുന്നേ? എന്തോ തോന്നുന്നു. ഇനിയിപ്പോ അവള് നേരെ ഓഡിറ്റോറിയത്തിൽ വരും, പാലക്കാട്ടേക്ക് തിരിച്ചു വരും. അപ്പൊ നമ്മൾ അതിന് മുമ്പേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ വീട്ടിലെത്തി നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒന്നും കൂടെ ഒന്ന് റെഡി ആയിട്ട് നേരെ പോവാണ് ഓഡിറ്റോറിയത്തിലേക്ക്. ഇനിയിപ്പോ ഓഡിറ്റോറിയത്തിലേക്ക് അവള് റെഡി ആയിട്ട് വരും കേട്ടോ. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയം എത്തി ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അഞ്ജലിയുടെ അമ്മയുടെ ഫ്രണ്ട്സിന്റെ ഒരു ഗ്യാങ്ങിനെ തന്നെ കണ്ട് ഞങ്ങൾ ഞെട്ടിയിരുന്നതേ. ഇത്രയും പേര് ഇത്ര വർഷമായിട്ട് ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു കണ്ടപ്പോൾ ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. ഞാനും അഞ്ജലി ഇങ്ങനെ പറയായിരുന്നേ, നമ്മൾ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പും ഇങ്ങനെയൊക്കെ ആകുമോ, നമ്മുടെ മക്കളുടെ കല്യാണത്തിനൊക്കെ നമ്മൾ ഇതുപോലെ വരുമോ എന്നൊക്കെ ഉള്ള കാര്യം. ആൻഡ് ഇത് അഞ്ജനെ പിന്നെ ഓൾറെഡി അറിയാലോ അല്ലേ, എന്റെ വ്ലോഗിലൊക്കെ ഫേമസ് ആണ്. പിന്നെ അതാണ് നിവേദ. അങ്ങനെ അവരെ സിനിമയിലെടുത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പെണ്ണും ചിക്കനും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അവളുടെ കോസ്റ്റ്യൂം ഒക്കെ മാറി. ആ സെറ്റ് സാരിയിലും ഇതിലും കാണാൻ അവളെ വെറൈറ്റി ഒരു ലുക്കായിരുന്നേ. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ലുക്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു രണ്ടുപേരും. അങ്ങനെ അവരെത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചെറിയൊരു ചടങ്ങുണ്ടായിരുന്നു കേട്ടോ, മാലയിടൽ ചടങ്ങൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ കയറി. ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ആ ഫോട്ടോസ് ഒക്കെ കാണിക്കാമേ. പിന്നെ നമ്മൾ നല്ലൊരു പാലക്കാടൻ സദ്യ കഴിക്കാൻ ഇറങ്ങി. ആക്ച്വലി ഞാൻ പാലക്കാടൻ സദ്യ കഴിച്ചിട്ടേ ഇല്ല. വെറൈറ്റി സദ്യ തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ സദ്യ പോലെയല്ല. ഈവൻ അരിക്ക് വരെ ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവളോട് ബായി ഒക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഇനിയിപ്പോ നമുക്ക് ബാക്ക് ടു വീട്ടിലേക്ക് പോകണം. പിന്നെ എല്ലാരും പോയി കേട്ടോ, പല വഴിക്കായിരുന്നു എല്ലാരും. അങ്ങനെ ബായി ഒക്കെ പറഞ്ഞു. കുറെ നാളിന് ശേഷം വ്ലോഗ് എടുത്തോണ്ട് എനിക്ക് എന്തൊക്കെയോ കുറെ മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പൊ ഓക്കെടാ, ബൈ, നെക്സ്റ്റ് വീഡിയോ.